എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. അപ്പോൾ ദേ രാവിലെ നമ്മളുടെ പരിപാടികളൊക്കെ അടുക്കളയിലെ പരിപാടികളെല്ലാം തീർത്തിട്ട് നമ്മുടെ കുഞ്ഞു സ്വർഗത്തിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. കുഞ്ഞു കൃഷിയിടത്തിലേക്ക് പോയി ചീരയൊക്കെ എവിടം വരെ ആയി എങ്ങനായി എന്നൊക്കെ ഒന്ന് നോക്കി, ഇലകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അതിനെ പതുക്കെ ഒന്ന് തൊട്ട് ആ ഒരു ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ് കുറച്ച് നേരം അതിലും വഴി നടക്കും. പിന്നെ നമുക്ക് നനച്ചു കൊടുക്കണം. രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ചെടികളൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ കുറേ പ്രാവശ്യം നനച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം സീറോ കോസ്റ്റ് പരിപാടിയാണ് കേട്ടോ. മടലും ചൂട്ടും കമ്പും എല്ലാം കുത്തിവെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ട് അതുങ്ങൾ അതിലേക്ക് കയറട്ടെ എന്നിങ്ങനെ വെച്ചേക്കുവാണേ. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, കാരണം ഉണ്ടാകുമോ ഇല്ലയോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. വലിയ പ്ലാനിങ്ങിലെല്ലാം കെട്ടിക്കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതേ മുരിങ്ങയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ നന്നായിട്ട് തളർത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് വെള്ളം അധികം വേണ്ടെന്നല്ലേ പറയുന്നത്, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പം നല്ല ചൂടല്ലേ, ഞാൻ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചൊക്കെ കൊടുക്കും. പടവലം കണ്ടോ തൊട്ടടുത്ത് നിൽക്കുന്ന ചെടിയിൽ നീയാണോ ഫസ്റ്റ് ഞാനാണോ ഫസ്റ്റ് എന്നുള്ള ഇതിൽ വളർന്ന് കയറുന്നുണ്ട് കേട്ടോ. 2 ഒരെണ്ണം ഇവിടം വരെ ആയതേ ഉള്ളൂ. അത് ആ ഭിത്തിയിലേക്ക് കയറാനുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഞാനതൊന്നെടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ എനിക്കിത് ഇവിടെ ഒരു 3 തക്കാളി തൈയും കൂടെ കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറി വെക്കാൻ എടുത്തപ്പം അതിൽ നിന്ന് ഞാൻ കൊണ്ട് കുറച്ച് ഇങ്ങനെ കുഴിച്ചിട്ടാട്ടോ. അതിൽ 3 എണ്ണം കിളിർത്തിട്ടുണ്ട്. മുല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ, പൂക്കുന്ന കാര്യം ഇങ്ങനെ ചോദിച്ചല്ലോ. പക്ഷേ ഏറ്റവും നല്ലത് ഞാൻ 2 നേരം നനച്ചു കൊടുക്കുന്നുണ്ട്. മുല്ലച്ചെടിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൂണിങ്, അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ഞാൻ നന്നായിട്ടിപ്പം ഈ ഒരു ടൈമിൽ തന്നെ 2 പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം കട്ട് ചെയ്തു, കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വന്നു. പിന്നെ അങ്ങനെ മുട്ടും കാര്യങ്ങളും ഒന്നും വന്നില്ല കേട്ടോ. അപ്പോഴിങ്ങനെ 2 നേരം നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് കട്ട് ചെയ്തു. അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം അതിലൊക്കെ മുട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. ചപ്പൊക്കെ വീണ് അലങ്കോലമായിട്ടുണ്ട്. ഈ ഒരു ഭാഗം എപ്പോഴും വിചാരിക്കും ഒന്ന് വേറെ രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന്, പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇവിടെ വെയിലൊന്ന് മാറണമെങ്കിൽ വൈകുന്നേരം ആകണേ. അപ്പോഴത്തേനും എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ കാണും. അങ്ങനെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴും ഭയങ്കര വെയിൽ. ഇത് കണ്ടോ, തേയില വെള്ളവും ഒക്കെ മുട്ടത്തോടും ഒക്കെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടോ പുകയമ്പില്ലയിലൊക്കെ നിറച്ച് പൂമുട്ടുകളായി. ചെത്തിയിലാണെങ്കിലും നിറയെ മുട്ടായി കേട്ടോ. എല്ലാം പ്രൂൺ ചെയ്യണം, അതാണ് മെയിൻ. ഒരു പൂവിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തേയില വെള്ളം ഒഴിക്കും മിക്ക ദിവസം തന്നെ. പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോഴത്തേനും കണ്ടോ നിറയെ മുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.